കൊല്ലം കുണ്ടറ പടപ്പക്കരയിൽ വീട്ടമ്മ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ പടപ്പക്കര സ്വദേശിനി പുഷ്പലതയാണ് കൊല്ലപ്പെട്ടത്. പുഷ്പലതയുടെ പിതാവ് ആന്റണിയെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അതേസമയം പുഷ്പലതയുടെ മകൻ അഖിൽ കുമാറിനെ കാണാനില്ല. മകൻ ഉപദ്രവിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പുഷ്പലതയും പിതാവും പോലീസിനെ വിളിച്ച് പരാതിപ്പെട്ടിരുന്നു. കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസിയാണ് ചേരുന്നത്. ദിലീപ്, ഈ ദുരൂഹതയുണ്ടോ ഈ സംഭവത്തിൽ? മകനെയാണോ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്? റോഷ്നി, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ മകൻ അഖിൽ കുമാർ പുഷ്പലതയെയും പിതാവ് ആന്റണിയെയും മർദ്ദിക്കുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഈ ഇരുവരും തന്നെ പോലീസിൽ ഫോണിൽ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് രേഖാമൂലം പരാതി നൽകാത്തതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ വലിയ അന്വേഷണമൊന്നും നടത്തിയില്ല. പക്ഷേ ഇന്നാണ് ഈ പുഷ്പലതയുടെ മകൾ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിനെ തുടർന്ന് അയൽവാസിയായ ബന്ധുവിനോട് ഈ കാര്യം പറയുന്നത്. അതായത് അമ്മ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയുകയും ഈ അയൽവാസിയായ ബന്ധു വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് പുഷ്പലതയെ വെട്ടേറ്റ് നിൽക്കുന്ന നിലയിൽ കണ്ടത്. അതുപോലെ തന്നെ പരിക്കേറ്റ നിലയിൽ പിതാവ് ആന്റണിയെയും കാണുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോഴേക്കും പുഷ്പലത മരിച്ചിരുന്നു. പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കണം. മകൻ അഖിൽ കുമാർ ഇപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് ഇതിനുള്ള കാരണമെന്നോ മറ്റൊന്നും വ്യക്തമായിട്ടില്ല. എന്തായാലും മകൻ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ വീട്ടിലെത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. റോഷ്നി, ദിലീപ്, ഈ പിതാവ് ആന്റണിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഗുരുതരമായി തുടരുകയാണോ? ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്കാണ് ഇദ്ദേഹത്തെ മാറ്റിയിരിക്കുക. അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അയൽവാസികളാണ് നമ്മളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമാണെന്ന് തന്നെ പറഞ്ഞത്. കുറേ നേരം രക്തം പോയിട്ടുണ്ട്. അങ്ങനെ രക്തം പോയ നിലയിലായിരുന്നു കണ്ടത്. ബോധരഹിതനായിരുന്നു. ആ സമയത്തായിരുന്നു നാട്ടുകാർ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. മാത്രമല്ല ഈ പുഷ്പലതയുടെ തലയ്ക്ക് അടിയേറ്റിരുന്നു. അത്തരത്തിൽ തന്നെ ഈ പിതാവ് ആന്റണിക്കും അടിയേറ്റിരുന്നു, വെട്ടേറ്റിരുന്നു എന്നാണ് ഈ സമീപവാസികൾ ഇപ്പോൾ പോലീസിന് നൽകിയ മൊഴി. ഇപ്പോൾ പോലീസും ഇക്കാര്യം തന്നെയാണ് നമ്മുടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം പുറം ലോകം അറിഞ്ഞത്. അതിന് ഉടൻ തന്നെ ഈ ആന്റണിയെ കൊല്ലത്തെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്നാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. റോഷ്നി, ശരി. ദിലീപ് ദേവസിയാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.